പൊറോട്ടയും മീൻകറിയും. ഇവിടെ മീൻകറിയും പൊറോട്ടയും സ്പെഷ്യലായിട്ട് മീൻകറിയും പൊറോട്ടയും. ഇവിടുത്തെ മീനും പൊറാട്ടയാണ് സ്പെഷ്യൽ. ഇപ്പൊ കേന്ദ്ര എടുത്തേക്കണ അവിടെ 450 റുപ്യ, ഈ 250 300 താഴെ കിട്ടണതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ആ 40 രൂപക്കാണ് ഇത് കൊടുക്കുക. കാരണം അപ്പുറത്ത് ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടും നമ്മളെ ശരിക്കും നെഞ്ചിലേറ്റിട്ടുണ്ട്. അതായത് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയാം. അത്രയും ഹാപ്പിയാണ്. പാവപ്പെട്ടവർക്ക് ബില്ലും കൂടി ഇല്ല, അവർക്ക് വേണ്ടത് കഴിക്കാം. അതാണ് വിഷയം. ഇങ്ങനെ ഈ പള്ളിക്കൊക്കെ എപ്പോഴും വരുന്ന കൂടുതലും പാവങ്ങളായി. അപ്പൊ അവരെന്താ പറയുന്നത്, അവർക്ക് കൊടുക്കും. വിശന്ന് ആരും നടക്കാം. ഞാൻ ഒരുപാട് വിശന്ന് അലഞ്ഞ് നടന്നാണ്. അതുപോലെ ഒരാൾ നടക്കണേ നമുക്ക് ഇഷ്ടം. അതന്നെയാണ് റബ്ബ് നമുക്ക് വിജയം തന്നിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഒരു ഗതി പരഗതി ഇല്ലാതെ ഒരു സീറ്റിട്ട വീടായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വാഹനം, കാറുണ്ട്, വീടുണ്ട്. ഇതെല്ലാം ജനങ്ങളെ എത്ര തിരക്ക് വന്നാലും ചെറിയ ലാഭമേ ഉണ്ടാവുള്ളൂ. അത് മതി. എന്തായാലും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. കണ്ടില്ല. ഞാനിവിടെ KMIC ഹൈസ്കൂളിൽ HM ആണ്. പ്രത്യേകിച്ച് ഇവിടെ മീനും പൊറോട്ടൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആണ്. പക്ഷെ മൂപ്പര വൈഫ്, മൂപ്പര മക്കള് എല്ലാവരും കൂടിയിട്ടാണ് ഈ ഹോട്ടൽ നടന്നത്. ഒരു കുടുംബാന്തരീക്ഷമുള്ളൊരു ഭക്ഷണം. പ്രത്യേകിച്ച് ഞാൻ മീനെല്ലാം കഴിക്കുന്ന ആളാണ്. മീനും പൊറോട്ടയും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഒട്ടുമിക്ക ആളുകളും വന്ന് കഴിക്കുമ്പോഴാണ് ഞാനതൊന്ന് കഴിച്ചു നോക്കിയത്. അതിൻ്റെ സീക്രട്ട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ വൈഫിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പൊറോട്ടയ്ക്ക് വളരെ സോഫ്റ്റ് പൊറോട്ടയാണ്. നല്ലൊരു പഞ്ഞിക്കെട്ട് പോലെയാണ് ഈ പൊറോട്ട. കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് കഴിക്കുക. രാവിലെ 7:30 മണി, നല്ല പ്രഭാത കാഴ്ചകളാണ്. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകാൻ നിൽക്കുക. തൊട്ടപ്പുറത്ത് നല്ല ഫ്രഷ് മീൻ വന്നിരിക്കുക. നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ച ആള് പറഞ്ഞത് ഇവിടുത്തെ മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേന്നാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, അതുപോലെ മുട്ടക്കറി, കടലക്കറി ഒക്കെ പൊറോട്ടയ്ക്ക് ഉണ്ടെങ്കിലും മീൻകറിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ലൊക്കേഷനോട് പറഞ്ഞു. ലൊക്കേഷൻ വന്നിട്ട് പാലക്കാട് നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടിൽ, പിന്നെ 55-ാം മൈല് തെയ്യോട്ടിച്ചർ റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഹോട്ടലുള്ളത്. അപ്പൊ നമുക്കൊന്ന് പോയി കഴിക്കാം. പൊറോട്ട, പൂരി, വെള്ളപ്പം, നൂൽപുട്ട്, പുട്ട്, അതൊക്കെയാണ് രാവിലത്തെ ഫുഡ്. കറികള് ബീഫ്, ചിക്കൻ, മീന്, കടല, മുട്ടക്കറി, മുട്ട മസാല, ഒന്നും ഇവിടെ റെഡിമെയ്ഡ് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ മൈദ, ഓയില് ഇതെല്ലാം ലിബർട്ടിയുടെ കോഴിക്കോട്ട് നേരിട്ട് വരുത്തുക. മറ്റേ പ്രിൻസ് മൈദനേലേറെ 150 കൂടുതലാണ് ലിബർട്ടി മൈദ. അത് നമ്മൾ നോക്കാറില്ല. ജനങ്ങളെ ഫുഡാണ് നമ്മളെ, കാരണം അവരെ തൃപ്തിയാണ് നമ്മളെ തൃപ്തി. ഇമാതിരി സിനിമാ നടന്മാർ ചിലർ വരവുണ്ട്. ഇപ്പോൾ അബു സലീംക്ക് വന്നിരുന്നു, വിജയകുമാർ വന്നിരുന്നു. ഒരാഴ്ച മുമ്പ് ഇവിടെ പൂരി ഇതൊക്കെ കഴിച്ചിട്ട് പോയി. അവരൊക്കെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരിക. നേരെ ഒരു ഫ്രിഡ്ജ് ഞങ്ങൾ യൂസ് ചെയ്യണില്ല. എല്ലാം ഫ്രഷ് കപ്പൽ ഉണ്ടാക്കിയ 3-4 മണി നമുക്ക് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഫുഡ്. പൊറോട്ടയും മീൻകറിയും. മീൻ പറഞ്ഞാൽ നല്ല അടിപൊളി മീനാണ്. ഞാൻ ഇവിടേക്ക് മീൻ കൊടുക്കാറ്. അടുത്താണ് മീൻ കട. നേരെ അപ്പുറത്തെ ഷോപ്പാണ് മീൻ കട. നല്ല മീൻ തന്നെ കൊടുക്കാറുള്ളൂ. നമ്മൾ കൊണ്ടുവരലും നല്ല മീൻ തന്നെ കൊണ്ടുവരലുള്ളൂ. മീൻകറിയും പിന്നെ ഇവിടുത്തെ ബീഫും ഒക്കെ സൂപ്പറാണ്. പിന്നെ പൊറോട്ട നല്ല ഉഷാറ് പൊറോട്ടയാണ്. പിന്നെ നിങ്ങൾ തന്നെ കഴിക്കുന്ന മീനായതുകൊണ്ട് നല്ല തന്നെ കൊടുക്കുള്ളൂ. നല്ല തന്നെ കൊടുക്കുള്ളൂ. ഇവിടെ മീൻകറിയും പൊറോട്ടയും ഇഷ്ടമാണ്. രാവിലത്തെ ഫുഡ് ഇവിടുന്ന് കഴിക്കലും പിന്നെ ഉച്ചക്കത്തെ ഫുഡും കഴിക്കലുണ്ട്. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തില് പെർഫെക്റ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മീൻകറി. ഇതിൽ അയില ഉണ്ടാവലുണ്ട്. അയില, പിന്നെ കേദർ, അങ്ങനെ എല്ലാ മീനും ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും. പൊറോട്ടൻ്റെ ഒരു കഷ്ണം എടുക്കുക, ഈ കറിയിൽ ഇങ്ങനെ കുതിർത്തുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കുതിർന്ന് പോയിട്ടോ പൊറോട്ട. അത്ര സ്മൂത്താണ് പൊറോട്ട. അതാണ് മീനൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? മീനിലൊക്കെ മസാല നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ പൊറോട്ടയും മീൻ കറി. അത് തൊട്ടപ്പുറത്തെ കടയത്തെ മീനാണ്. അതെ, ഫ്രഷ്. നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. അതെ, ഇറക്കി ഫസ്റ്റ് വിൽക്ക കൊടുത്തിരിക്കുന്നു. അതെ അതെ. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മീൻകറിനെക്കാട്ടി എനിക്ക് കഴിക്കാൻ തോന്നിയ ഒരു സാധനം എന്താ പറയുക? ചിക്കൻ കറിയാണ്. അതിൻ്റെ ആ കൊഴുപ്പ് കണ്ടിട്ട് ഒന്ന് പറയട്ടെ. പറയും ഹരിസ്ക, ഒരു ചിക്കൻ കറിയും തരി. ചിക്കൻ കറിയല്ല കേട്ടോ, ചിക്കൻ കറിയായിട്ടല്ലോ, ചിക്കൻ മസാലയാണ്. മീൻ കറി കഴിഞ്ഞോട്ടോ മക്കളെ. ഹരിസ്ക നല്ല കിടില 2 ചായ കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ കുടിക്കും. ആഹാ, എന്താ സ്പെഷ്യൽ ആയിക്കോട്ടെ. എന്നാൽ ചിക്കൻ കറിൻ്റെ ഒപ്പം കഴിച്ചു നോക്കാം അല്ലേ?
ചിക്കൻ കറി എല്ലാ കറിയും ഒന്നിനൊന്നിന് സൂപ്പറാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട കട തന്നെയാണ് കേട്ടത്. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് പൂരിക്ക് ചിക്കൻ മസാല എന്ന് പറഞ്ഞപ്പോഴേ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരു കാര്യം കൂടി പറയാട്ടോ, കാരണം പൊറോട്ട 1 അല്ല 2 അല്ല ഇങ്ങനെ പോയ 4 കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. നമ്മൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ? അതെ, ഓക്കെ. തീർച്ചയായിട്ടും.